ഹാജി ടു ബി വരെ ബോർഡ്. നമ്മൾ എന്താണ് ബ്രൈഡ് ടു ബി, അതേപോലെ തന്നെ മദർ ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിധത്ത് സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ഹാജി ടു ബി എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കണം. അവിടെ എത്തി. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് ചൂഷണം നടക്കുന്നൊരു മേഖല ബലിമൃഗത്തിൻ്റെ പേരിലാണ്. ബലിൻ്റെ പൈസ വാങ്ങിയിട്ട് അറക്കാതിരിക്കുക. മദീനയുമായി ബന്ധപ്പെട്ട ഹജ്ജിലൊരു കർമ്മവും ഇല്ല. ഒരാൾ നേരെ മക്കത്ത് വന്ന് ഹജ്ജ് ചെയ്ത് നേരെ എന്തായി അവിടെ നിന്ന് തിരിച്ചു പോന്നാൽ അയാളെ ഹജ്ജിനൊരു കുഴപ്പമില്ല. രണ്ട് വിഭാഗം ആളുകൾ, ഒന്ന് പൗരോഹിത്യമാണ്, ഒന്ന് അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാരാണ്. അതിൻ്റെ ചൂഷണമുണ്ട് എല്ലാ നിലക്കും. പിന്നെ ഏതു തുറയിലും ചൂഷണമുണ്ട് എന്ന നിലക്ക് തന്നെ ഈ ഹജ്ജ് എന്ന് പറയുന്ന ഈ സൽക്കർമ്മത്തിന് പോകുന്നത് പോലും പുരോഹിതന്മാരും അല്ലാത്തവരുമൊക്കെ ചൂഷണം ചെയ്യുന്നു. ആ ഒരു വിഷയം സബീസലായി ഇത് പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വിശ്വാസികൾ വളരെയധികം ചൂഷണത്തിൽ ഏർപ്പെടുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയമൊന്ന് നമ്മളിവിടെ പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഹജ്ജ് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹജ്ജിലെ 27-ാമത്തെ ആയത്തിലൂടെ നമുക്ക് ഓതി കേൾപ്പിച്ചതാണല്ലോ. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെടുകയാണ്, നീ ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്കുക. നിൻ്റെ അടുത്തേക്ക് ആളുകൾ വരും. ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആളുകൾ വരുമെന്നാണ് പറഞ്ഞത്. അത് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിക്കൊണ്ടും വിദൂരതയിലുള്ള മലമ്പാതകൾ താണ്ടിക്കൊണ്ടുമൊക്കെ അവർ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇബ്രാഹിം നബിൻ്റെ വിളി എത്തിയവനാണ് ഹജ്ജിന് പോവുക എന്നുള്ളത്. ഈ ഹജ്ജിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളായി പോകുന്നത് കൊണ്ടാണ് തൽബിയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവെ നിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ വരുന്നതെന്നാണ്. ലബ്ബൈക്ക് റബ്ബേ നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഹജ്ജ് എന്നുള്ളത്. ഈ തൗഹീദിൻ്റെ പ്രഖ്യാപിക്കുവാനും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുവാനും പരിശുദ്ധ കഅബ സന്ദർശിക്കുവാനൊക്കെ ഭാഗ്യം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ മനുഷ്യൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ കർമ്മങ്ങൾ പോലും നിഷ്ഫലമാകുന്ന തരത്തിലുള്ള പല ചൂഷണങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ തൊട്ടടുത്തുള്ള ജാറത്തിലൊന്ന് പോകണമെന്നാണ്. അതെ, തൊട്ടടുത്തുള്ള ജാറത്തിൽ പോയി അവിടെയുള്ള ഷെയ്ഖിനെ കണ്ട് അവിടുത്തെ മരിച്ചുപോയ വലിയൻ്റെ ബർക്കത്തൊക്കെ എടുത്തിട്ട് വേണം ഹജ്ജിന് പോകാമെന്നാണ്. എത്ര ഗൗരവകരമായ വിഷയമാണത്, ഒന്ന് ആലോചിച്ച് നോക്കണം. അത് തൗഹീദ് പ്രഖ്യാപിക്കാൻ പോകേണ്ടി ശിർക്ക് ജയിപ്പിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇത് പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ, അത് ഒരു മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള എല്ലാ വെളിച്ചവും കെടുത്തി കളയുന്ന പ്രവർത്തനമാണ് ഇതിലൂടെ എന്താകുന്നത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ തവക്കൽ ത്വലല്ലാഹ് പറഞ്ഞ് സാധാരണ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ദിക്റുകൾ ചൊല്ലിയിട്ട് ഇറങ്ങാറുള്ളത് ആ രൂപത്തിൽ ഇറങ്ങുക. ഇപ്പോൾ ചില മുസ്ലിയാക്കന്മാർ അവരുടെ ഹജ്ജ് ക്ലാസ്സുകളിലും മറ്റൊക്കെ പറയുന്നത് കേൾക്കുക, ഹജ്ജിന് പോകുമ്പോൾ ഇടത്തേക്കാൽ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തേക്കണം എന്നാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കക്കൂസുക്ക് പോകുന്ന സമയത്ത് ഏത് കാലാണ് മുമ്പിലേക്ക് വെക്കേണ്ടത് ആ കാല് മുമ്പിൽ വെച്ചിട്ട് വേണം എന്താക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഹജ്ജിന് പോകുമ്പോൾ എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നല്ല കാര്യങ്ങൾക്കും വലതിനെ മുന്തിച്ചിരുന്നു, അതിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നബിയുടെ പത്നിമാരും സഹാബത്തൊക്കെ ഉദ്ധരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഹജ്ജ് എന്തൊരു കക്കൂസ് പോകണ മാതിരത്തൊരു ഏർപ്പാടായിട്ടാണ് ഇവർ കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ക്ലാസ്സിൽ പ്രത്യേകം എടുത്തു പറയണം. എന്താണ് അതിൻ്റെ പിന്നിലെ ലക്ഷ്യം നമുക്കറിയില്ല. അതുപോലെ തന്നെ അവിടെയും പണം ഉണ്ടാക്കുക എന്നുള്ള നിലക്ക് മൗലവിമാരോട് വന്നിട്ട് പിന്നെ മൗലൂദ് ഓതാണ് വീട്ടിൽ. ഹജ്ജിന് പോകാൻ ഒരാൾ തീരുമാനിച്ചു, റെഡി ആയിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൗലൂദ് മറ്റതും അങ്ങനെ മൗലൂദ് പാരായണവും മറ്റൊക്കെ ആയിട്ട് കൂടുക. എന്നിട്ട് അതും ഒരു ചൂഷണമായി മാറുന്ന അവസ്ഥ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹജ്ജ് ഗ്രൂപ്പുകളും മറ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹജ്ജിന് പോകാൻ പോകുന്ന മനുഷ്യൻ്റെ അടുത്ത് 30 ജുസിൻ്റെ കട്ടിയുള്ളൊരു ഏട് കൊടുക്കും. ഇത് മുഴുവൻ ഹജ്ജിന് ചൊല്ലാനുള്ള പ്രാർത്ഥനയാണെന്ന്. ഇത് കാണുന്നതോടുകൂടി മനുഷ്യരിഞ്ഞ് പഠിച്ച റബ്ബഞ്ഞിപ്പോൾ എന്താ കാട്ടുക. അപ്പോൾ പിന്നെ അടുത്ത സമാധാനിപ്പിക്കൽ, നിങ്ങൾ ബേജാറാണ്, നമ്മളെല്ലാം അമീറായിട്ടുള്ളത്, നമ്മൾ ചൊല്ലി തന്നെ നിങ്ങൾ എന്താക്കിയാൽ മതി, ചൊല്ലിയാൽ മതി, നിങ്ങൾ ആമീൻ പറഞ്ഞാൽ മതി എന്നാണ്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കണേ, അതിന് വേറെ റിയാലുകൾ കൊടുക്കണ രീതികൾ ആലോചിച്ച് നോക്കണം. റൂബിയ മാറിയിട്ട് റിയാലിലാണ് പോയിട്ട് റിയാലായി മാറും. അതായത് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു യാത്ര ഇതേപോലെ ഹജ്ജ് യാത്രയിൽ
അദ്ദേഹം തൊട്ടടുത്ത ആളത്ത് നിന്ന് കടം വാങ്ങിയിട്ട് ഉസ്താദിന് കൊടുക്കേണ്ടി വന്നെന്നാണ്. മൂപ്പര് ഇവിടെ തന്നെ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചിട്ട് ഹജ്ജിന് പോയതാണ്. അത് കഴിഞ്ഞ് ആ ഗ്രൂപ്പിൽ പോയ നേതൃത്വം നൽകിയ ഉസ്താദ് ഇത്ര രൂപ ആവശ്യപ്പെട്ടു. അത് കൊടുക്കാനില്ലാതപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യൻ മണി കൊടുത്തപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് റിയാലാക്കിയിട്ട് കൊടുക്കേണ്ട അവസ്ഥ. അതിന് വേണ്ടി അദ്ദേഹം അവിടുന്ന് കടം വാങ്ങി എന്നാണ് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കണം എന്താണ് ഇങ്ങനത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്നുള്ള. പിന്നെ ഈ സാധുക്കളോട് ഇവർ എന്താണ് ചെയ്യണ ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹജ്ജിന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 40 വക്ത് മദീനത്ത് ചുരുങ്ങിയത് കിട്ടണം. അതായത് ഒരു 8 ദിവസമെങ്കിലും മദീനത്ത് നിൽക്കണം. എന്നിട്ട് 40 വക്ത് മദീനയിൽ വെച്ച് നിസ്കരിക്കണം. എന്നാലേ അത് ഹജ്ജ് അതിൻ്റെ ഒരു സമ്പൂർണ്ണതയിലെത്തുള്ളൂ എന്നാണ്. മദീനത്തിൻ്റെ എൻ്റെ നബി മക്കത്തേക്ക് ഹജ്ജ് ചെയ്യാൻ വന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മത്തിൽ മദീനയ്ക്ക് യാതൊരു പങ്കുമില്ല. ഹജ്ജ് എന്നുള്ളത് അതായത് മക്കയിലെ ഹറമും അതേപോലെ തന്നെ ഹറമല്ലാത്ത ഹില്ലിലെ ചില ഭാഗങ്ങളും ഒരുമിച്ച് കൂടുന്നൊരു കർമ്മമാണ്. ഹില്ലിലെ ഭാഗം എന്ന് പറഞ്ഞാൽ അറഫയാണ്. അത് കഴിഞ്ഞാൽ മഷ്അറുൽ ഹറം മുതൽ വീണ്ടും എന്തായി ഹറമ് തുടങ്ങി ബാക്കിയുള്ള അമൽ മൊത്തം കിടക്കേണ്ട ഹറമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ മക്കയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഹജ്ജുള്ളൂ. മദീനയുമായി ബന്ധപ്പെട്ട ഹജ്ജിലൊരു കർമ്മവും ഇല്ല. ഒരാൾ നേരെ മക്കത്ത് വന്ന് ഹജ്ജ് ചെയ്ത് നേരെ എന്തായി അവിടെ നിന്ന് തിരിച്ചു പോന്നാൽ അയാളെ ഹജ്ജിനൊരു കുഴപ്പമില്ല. എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതേസമയത്ത് നമ്മളെപ്പോലെയുള്ള സാധുക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മക്കത്തും മദീനത്തൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ മക്കത്ത് പോണ സമയത്ത് മദീന പള്ളിയും കൂടി ഒന്ന് സന്ദർശിക്കുന്നു. ആ മദീന പള്ളിയിൽ വെച്ച് പ്രത്യേകം സുന്നത്ത് നിസ്കരിക്കുന്നതിനും ഫർള് നിസ്കരിക്കുന്നതിനും കൂടുതൽ പ്രതിഫലമുണ്ട് എന്നതിനാൽ ആ ഒരു കൂലിട്ടാനും കൂടിയാണ് മദീനത്ത് പോകുന്നത്. അവിടെ പോകുന്നു, അവിടെ നിസ്കരിക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ സലാം പറയാൻ വേണ്ടി അവിടെ സിയാറത്ത് ചെയ്യും. അബൂബക്കർ റളിയല്ലാഹു അൻഹു സലാം പറയും, ഉമർ റളിയല്ലാഹു അൻഹു സലാം പറയും. അത് കഴിഞ്ഞ് നേരെ ബഖീയിൽ കയറാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടൊന്ന് അവിടെ മൊത്തത്തിൽ അവർക്ക് വേണ്ടെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോരാന്നല്ലാതെ അതിനെ ഹജ്ജ് പള്ളിയിലൊന്ന് പോവുക, അതെ ഹജ്ജായിട്ടൊരു ബന്ധമില്ല. അത് മദീന സന്ദർശനം. ഒരു മദീന സന്ദർശനം. കാരണം ഈ ദീനിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ആ മദീനയിൽ വെച്ച് അവർ പ്രയാസപ്പെട്ട ആ പ്രയാസങ്ങളൊന്ന് നേരിട്ട് അറിയാനും ആ ചരിത്രഭൂമിയിലൂടെ ഒന്നിങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഈമാനികമായൊരു വളർച്ച, അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. നബിയുടെ ഖബർ സന്ദർശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്. ആ യാത്ര പോലും വിദഅത്താണെന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഇതിനേക്കാളും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹജ്ജിന് പോയി വന്ന കുടുങ്ങി എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, പിന്നെ 40 ദിവസം പെണ്ണുങ്ങളാരും പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. ഹജ്ജ് കഴിഞ്ഞ് വന്ന സ്ത്രീകൾ 40 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, എന്തെല്ലാം ദുരന്തങ്ങളാണ് ഇബാദത്തിൻ്റെ പേരിൽ മനുഷ്യന്മാരുണ്ടാക്കി തീർക്കുന്നത്. വേറൊരു മുസ്ലിയാർ പ്രസംഗിച്ച കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നേരെ എന്താക്കണം, ആദ്യം തിന്നേണ്ട ഉള്ളി എന്നാണെന്നാണ്. ഉള്ളി മൂപ്പർക്ക് വല്ല ഉള്ളി ബിസിനസ്സോ മറ്റെന്താ നല്ല പോയാലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊക്കെ നബിയുടെ പേരിലാണ് പറഞ്ഞു വിടേണ്ടത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ തൻ്റെ ജീവിതത്തിൽ 40 ദിവസം വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുക, അവരെ മറ്റു ഏർപ്പാടുകൾക്കൊന്നും പോകാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹജ്ജിന് പോകണില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്തേ കാരണം? ഹജ്ജിൻ്റെ പ്രയാസം ആലോചിച്ചിട്ടില്ല, വന്നിട്ട് 40 ദിവസം വീട്ടിൽ കുത്തിറക്കേണ്ട ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ പിന്നെ അതുപോലെ തന്നെ വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഹജ്ജ് കല്യാണം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഭയങ്കര ദുരന്തമാണ്. ഇപ്പോൾ അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഹാജി ടു ബി വരെ ബോർഡ്, നമ്മൾ ബ്രൈഡ് ടു ബി, അതേപോലെ തന്നെ മദർ ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിധത്ത് സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ഹാജി ടു ബി എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കണം, അവിടെ എത്തി. അത് ഇതൊക്കെ ഒരു ആഘോഷമായി കണ്ട് ഇതിൻ്റെ പറയുക, ഇതൊക്കെ ഒരു വലിയ എന്തോ കാര്യങ്ങൾ ചെയ്യണമാതിരി. യഥാർത്ഥത്തിൽ ഇത് ഇബാദത്തല്ലേ. ഇപ്പം ഇനി നാളെ വേണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസല്ലി ടു ബി, ജീവിതത്തിൽ തരാൻ നിസ്കരിച്ചാത്തവന് നിസ്കരിക്കാൻ തുടങ്ങി 2 ദിവസം ഒരു ബോർഡൊക്കെ വെച്ച് അവിടെ കേക്കൊക്കെ മുറിച്ച്, ഇങ്ങനത്തെ സംഭവമില്ല. അതായത് ഇബാദത്തുകളെ നശിപ്പിക്കുവാനായിട്ട് പിശാച് പല വഴിക്ക് പലതും കൂട്ടിച്ചേർക്കും. അതിൽ നമ്മൾ അറിയാതെ അകപ്പെടുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞെന്താ, ഹുദു അന്നി മനാസിക്കൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ എവിടെയെങ്കിലും ജാറുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഹാജി ടു ബി നബിൻ്റെ ഭാഗമായിട്ട് നബിക്ക് അങ്ങനെ സംഘടിപ്പിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അത് നടത്തിയിട്ടുണ്ടെന്ന് നോക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നബി ആകെ ഹജ്ജിൽ ചൊല്ലിയതായിക്കൊണ്ട് സ്ഥിരപ്പെട്ടൊരു പ്രാർത്ഥന ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹജ്ജിലാണെങ്കിലും ഉംറയിലാണെങ്കിലും ആ റുക്കുനുൽ യമാനിൻ്റെ അവിടെ നിന്ന് ഹജ്ജുൽ അസ്വദ് വരെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്നുള്ള പ്രാർത്ഥനയാണ്.
പിന്നെ സഈന്റെ തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്നുള്ള പ്രാർത്ഥന യാത്രയിലുടനീളം ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലിയിരുന്നു. ഇതല്ലാതെ ഒരു പ്രത്യേക പ്രാർത്ഥന 5 പ്രാർത്ഥനന്റെ ഉള്ളിൽ വിരലിലെണ്ണാവുന്ന 5 പ്രാർത്ഥനന്റെ താഴെ അതെ അത്രേ ഉള്ളൂ. അറഫിലെ പ്രാർത്ഥനയും കൂട്ടിയാൽ വളരെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു അത് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ഈ പ്രാർത്ഥനകളെല്ലാം ഒന്നുമില്ല. ഇവിടെയാണിത്. ഇത് അവനാൻ്റെ ഗ്രൂപ്പിൻ്റെ പുസ്തകം തന്നെ വാങ്ങണം. നമ്മളെ മൂലയിൽ എഴുതിയ പുസ്തകം ഫോട്ടോ കോപ്പി ഒന്നും പറ്റില്ല, ഒറിജിനൽ തന്നെ വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ചൂഷണമായിട്ടാണ്. ടെന്റുകളിലൊക്കെ പിന്നെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഹദ്ദാദും മൗലീദും റാത്തീബൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അറഫ മിനയിലെ ടെന്റുകളിലൊക്കെ ഇതിങ്ങനെ ചൊല്ലിക്കണ കാണാൻ പറ്റും. എത്ര എന്ത് വലിയ ദുരന്താണെന്നറിയാം. അത് ഇവർ ചെല്ലണീനൊക്കെ ചൊല്ലിക്കൊടുക്കണീനൊക്കെ അറിഞ്ഞു പൈസ വാങ്ങും. അത് വേറണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ചൂഷണമായി മാറുന്നത്. അതായത് സാമ്പത്തിക ചൂഷണവുമാണ് ആത്മീയ ചൂഷണവുമാണ് ഒരേ സമയത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഹജ്ജും അതുപോലെ തന്നെ ഈ ഉംറക്ക് പോകുമ്പോഴൊക്കെ പോയി പറഞ്ഞ ഹജ്ജ് കല്യാണം അതുപോലത്തെ മൗലീദ് റാത്തീബൊക്കെ ഉണ്ട് ഇതിൽ ഈ ഇതിൻ്റെ പിന്നെ ഇതിനോട് 1-2 കാര്യങ്ങൾ ഇപ്പോൾ ഷെബീസലെ സൂചിപ്പിച്ചിട്ട് നമ്മളെ ചില പുരോഹിതന്മാർ കാണിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇതിൻ്റെ മറ്റൊരു തലം കൂടെ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് 2 വഴികളാണ്. ഒന്ന് സർക്കാർ തലത്തിൽ ഹജ്ജിന് പോകാം, സർക്കാരിൽ കൊടുത്ത് അതിൽ കുറച്ച് പൈസ കുറവുണ്ടാവും. മറ്റ് പ്രൈവറ്റായിട്ട് ഹജ്ജിന് പോകുന്നത്. ഈ 2 രീതിയാണ് കണ്ടിരുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹജ്ജിന് പോയിട്ട് വരാൻ പറ്റുന്നൊരു അവസ്ഥയല്ല. അത് സൗദി അറേബ്യയിൽ ഇപ്പോൾ അങ്ങനത്തെ. സൗദി അറേബ്യയിൽ ഗവൺമെൻറ് വളരെ സിസ്റ്റമാറ്റിക് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പോർട്ട് വഴി രജിസ്റ്റർ ചെയ്ത് അവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടങ്ങളിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്, ഭരണകൂടം മുന്നോട്ട് വെച്ചൊരു നിയമമാണ് ഹജ്ജിന് തസ്രീഹ് ഉണ്ടായിരിക്കണം. ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് ഗവൺമെൻറ് അപ്രൂവൽ കൊടുക്കണം. ആ അപ്രൂവൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഹജ്ജിന് പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഈ തസ്രീഹ് ഉണ്ടാക്കി കൊടുക്കണം. കള്ള തസ്രീഹുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന എത്രയോ മനുഷ്യന്മാർ സൗദി അറേബ്യയിലുണ്ട്. പിന്നെ അനധികൃത വിസയിൽ പോയിട്ട്, ഉദാഹരണത്തിന് വിസിറ്റിംഗ് വിസയിൽ പോയ ഒരാൾ അയാൾ മുമ്പ് ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ ചോദിച്ചാൽ പാടില്ല എന്നുള്ളതാണ് നിയമം. അവിടുത്തെ നിയമമാണ്. വിസിറ്റിംഗ് വിസയിൽ പോയെന്നുള്ള ചെയ്യാൻ പാടില്ല. പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഇതുണ്ട് അഭിപ്രായം. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണകൂടം എന്താണോ അപ്പോൾ അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഇസ്ലാമിക രാജ്യമാണ്. അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെ എന്ത് ചെയ്യണം, നമ്മൾ അനുസരിക്കണം. അപ്പോൾ അവിടെ ആ നിയമം അവർ കൊണ്ടുവരുന്നതിന് എന്തിനാ, പിന്നെ ഹജ്ജ് സുഗമമായി നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അനധികൃതമായിക്കൊണ്ടുള്ള രീതികൾ ആ മേഖലയിലൂടെ ചൂഷണം നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കും കമ്പനികൾ. ഇപ്പോൾ ഞാനൊരിക്കൽ പിന്നെ നമ്മുടെ മിനയിൽ ഒരു ഉസ്താദ്, പിന്നെ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം വളരെ അറിയപ്പെട്ട നമ്മളെ വലിയൊരു പ്രഭാഷകൻ പണ്ഡിതനൊക്കെയാണ്. അദ്ദേഹം ഇങ്ങനെ മിനയിൽ ഇരിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ സങ്കടമായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവരിത് സ്ഥലമൊക്കെ പറഞ്ഞപ്പം പിന്നെ ശരിക്കും ഈ ഷമൻ്റെ എല്ലാം കഴിയാന്ന് പറയില്ല. അപ്പോൾ ഇവിടുന്ന് കൊടുത്ത ഓഫറൊക്കെ പറഞ്ഞു കേട്ടാൽ ഓരോടെ രാജകീയ സൗകര്യങ്ങളിലാണ്. പക്ഷെ ഒന്നുമില്ലാത്ത വളരെ. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണ മനുഷ്യന്മാരുണ്ട്. ഉള്ളത് പറഞ്ഞാൽ മതിയല്ലോ, നമ്മളെന്താണോ കൊടുക്കുന്നത്, എന്താണോ സൗകര്യങ്ങളുള്ളത് അത് പറഞ്ഞിട്ട് കൊണ്ട് ആൾക്കാരവിടെ ആഘോഷിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ അർമാദിക്കാനോ ഒന്നും അല്ല പോണത്. ആൾക്കാർ പോണത് തന്നെ ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ എന്താണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ആ വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങൾ എന്ത് ചെയ്യണം, അത് ഉണ്ടാവണം. അതിൽ കുറവ് വരുത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ചൂഷണമാണ്. അതേപോലെ തന്നെ ഈ പൈസ വാങ്ങണം, അധിക നിരക്കുകൾ വാങ്ങാം. അധിക നിരക്കുകൾ യാത്രൻ്റെ നിരക്കും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സർവീസ് നടത്തുന്ന ആളുകൾക്ക് അതിൻ്റെ ചാർജ് സ്വാഭാവികമായിട്ടും വാങ്ങും. ഏതൊരു മേഖലയിൽ ഇത് ആവശ്യമാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യരുത്, ഹാജിമാരെ ചൂഷണം ചെയ്യുന്ന പറഞ്ഞാൽ അത് ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. അതേപോലെ ചില ആൾക്കാർ പറയും ഞങ്ങൾ ഹറമിൻ്റെ വളരെ അടുത്താണ് താമസ സൗകര്യം ഉള്ളത്, 500 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ അടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുക. അവിടെ 1.5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ചിലപ്പോൾ എന്ത് ചെയ്യണം, നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെ പിന്നെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഭയങ്കര കുറ്റമുള്ള കാര്യമാണ്. അത് ഇത്തരം സർവീസുകൾ നടത്തുന്ന ആൾക്കാർ അതെവിടെയായാലും, ഇവിടെയായാലും വിദേശത്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് ചൂഷണം നടക്കുന്നൊരു മേഖല ബലിമൃഗത്തിൻ്റെ പേരിലാണ്. ബലിൻ്റെ പൈസ വാങ്ങിയിട്ട് അറക്കാതിരിക്കുക. അപ്പോൾ മുമ്പ് കാലത്തൊക്കെ ഞാനൊക്കെ സൗദി അറേബ്യയിൽ ഉള്ള സമയത്ത് നിരന്തരം കേട്ടിരുന്ന വാർത്തയാണ്, പിന്നെ 1000-ഉം 2000-ഉം ആളുകളുടെ ബലി ഇറക്കാനുള്ള പൈസ വാങ്ങിയിട്ട് ഓലെ കുറിച്ചൊരു അഡ്രസ്സ് ഉണ്ടാവില്ല. തന്നെ ഒരു 400 റിയാൽ അല്ലെങ്കിൽ 500 റിയാൽ, 550 റിയാൽ, 500 ആളത് വാങ്ങി എത്ര വലിയ സംഖ്യയായി. ആ സംഖ്യ കൊണ്ട് മുങ്ങണ മനുഷ്യന്മാരുണ്ട്, ചൂഷണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ സൗദി അറേബ്യയിലുണ്ട് ഒരുപാട്. അങ്ങനത്തെ ആ പണം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ വലിയ ചൂഷണമാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ നമ്മളിപ്പോൾ ഈ ബലിൻ്റെ പറഞ്ഞപ്പോഴാണ് ഇപ്പം നാട്ടിൽ നിന്ന് പോകണ വേറെ ചെയ്യണൊരു ഏർപ്പാട്. ഇപ്പോൾ ഇമാം നബിൻ്റെ ഒരു കൗലുണ്ട്. അതിൻ്റെ തെളിവൊന്നും എനിക്കറിയില്ല, ഞാൻ കുറേ പരിധി നോക്കി. ആ കൗലിന് ദലീലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ മന്നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹജ്ജ് മാസമായി കഴിഞ്ഞാൽ ഹജ്ജിന് പോകുന്ന ആൾ ഇപ്പോൾ മുത്തമത്തികളോ അല്ലെങ്കിൽ ഖാരിനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ ഹദിയ
ഹദിയ എന്താ അത് ഹജ്ജ് മാസത്തിൽ എപ്പോഴും അറക്കാം. ദുൽഹജ്ജ് 10 വരെ എന്താ കാത്തുക്കണ്ട. എന്നിട്ട് ഈ ട്രാവൽസുകാർ ചെയ്യണ പണി അടുത്ത് ഈ ഉസ്താദിനായിട്ട് കൊണ്ടുപോണൊരു ഉസ്താദ് ഉണ്ടാവില്ല, ഇവരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മസാല പഠിപ്പിച്ചിട്ട് ഈ കാശ് അതിന് വാങ്ങും. എന്നിട്ട് 1-ാമത്തെ ദിവസം മുതൽ ചെന്നിറങ്ങിയ 1-ാമത്തെ ദിവസം മുതൽ ദുൽഹജ്ജ് മാസം 10 വരെ നല്ല ആട് മന്തിയും അല്ലെങ്കിൽ ആട് ബിരിയാണി എന്നും ആടുമായി ബന്ധപ്പെട്ട വിഭവങ്ങളാണ്. അപ്പോൾ എന്താണ് പണി? ഈ ഹദിയെ ഇവർ അന്ന് മുതൽ അറുത്ത് തുടങ്ങണം. എന്നിട്ട് ആ പൈസ ആർക്ക് ലാഭം? സർ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് അല്ലേ, എല്ലാ ദിവസവും ആടിനെ കൊടുത്തല്ലോ ഞങ്ങളെ ഹംല. അപ്പോൾ ഹംല കൊടുത്തു എന്നുള്ള ഇവർക്ക് നല്ലൊരു പബ്ലിസിറ്റി. അതേ സമയത്ത് ഇത് ഇബാദത്തോണ്ടാണ് കളിക്കേണ്ടത്. ഇമാം നബി റഹ്മത്തുള്ളാഹി ഏത് സാഹചര്യത്തിൽ പറഞ്ഞതാണ് ആർക്ക് കൊടുത്ത 10 വേണമെന്നൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതിനെ വരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ. പിന്നെ നാട്ടുകാർ ഇപ്പോൾ ഇവിടുന്ന് നമ്മളൊക്കെ സാധാരണ ഇതിൽ ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോൾ തമത്വമായ ഹജ്ജാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ തമത്വമായ ഹജ്ജിന് പോകുമ്പോൾ തന്നെ ഇവിടുന്ന് പറയും നമ്മൾ തമത്വം അല്ല പോകേണ്ടത്, നമ്മൾ അറിവില്ലാത്ത ഹജ്ജിനെ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഹജ്ജിനല്ല ഇപ്പോൾ പോകേണ്ടത്, ഇപ്പോൾ പോകേണ്ട ഉംറക്കാണ്. നിങ്ങൾ ഹജ്ജൊന്നും ഉദ്ദേശിക്കൊന്നും വേണ്ട. എന്നിട്ട് ഈ ഹജ്ജിന് വേണ്ടി പണം കെട്ടി ഹജ്ജിൻ്റെ വിസയിൽ ഉംറക്ക് പോകുക എന്നുള്ള നീയത്തിൽ പോയിട്ട് അവിടുന്ന് ഉംറ ചെയ്ത് തഹല്ലുലായി. പിന്നെ ഏതായാലും ഇപ്പോൾ നമ്മളിവിടെ എത്തിയതല്ലേ, അപ്പോൾ നമുക്ക് ദുൽഹജ്ജ് 8-ന് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഞാൻ എന്തായിക്കോളാം ഹജ്ജിന് വേണ്ടി നമ്മൾ നീയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു നാടകം കളിച്ചിട്ട് ഒരു ബലിമൃഗത്തെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യണ പണികളാണ് ഇതൊക്കെ. ആരെയാണ് നമ്മൾ വിഡ്ഢിയാക്കേണ്ടത്? എന്താ പറയാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പരലോക വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യമായിട്ട് മുന്നോട്ട് പോകില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു ലാഭം എന്നുള്ള ചിന്ത മാത്രമാണ്. ഇത്തരം ലാഭം നോക്കിക്കൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഹജ്ജിലൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഈ ചൂഷണങ്ങളൊക്കെ വിശ്വാസികൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക, പഠിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.